മേൽ നമ്മളെ അത്ഭുതകരമായ സാക്ഷിയാക്കേണ്ട ദൈവമാണല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. വലിയ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. എൻ്റെ കൂടെ എന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രതികൂലത്തിന്റെ അകത്ത് നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പ്രവൃത്തിയുണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ് പ്രവചനം. പ്രവചനത്തെ പറ്റിയാണ്. പ്രവചിക്കുന്നതിന് ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നത്. നമ്മൾ ഇന്നലെ കേട്ടു പ്രവചന വരത്തെ പറ്റിയാണ് ഇന്നലെ കേട്ടത്. ദൈവവചനമാകുന്ന ഏറ്റവും വലിയ പ്രവചനത്തെ പറ്റി കേട്ടു. അതല്ലാതെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശനം ലഭിച്ചിട്ടുള്ള പ്രവചനങ്ങളുണ്ട്. അവ രണ്ട് തരം പ്രവചനമുണ്ട്. ഒന്ന് രണ്ടും വ്യക്തിപരമാണെങ്കിലും ഒന്ന് വചനം നമുക്ക് അതിൻ്റെ അകത്ത് പേരുകളോ വ്യക്തികളെയോ നമ്മളിന്ന് കേൾക്കുന്നത് പോലെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ രണ്ടാമത്തെ പ്രവചനം നമ്മളെന്ന വ്യക്തിയെ കർത്താവ് ലൊക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്തു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ ഒരു കൃപാവരം ആത്മീയ പ്രകാശനം നിങ്ങളുടെ മേൽ ഇന്നലെ തുറന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് ആഴമായ കാര്യങ്ങളെ ജ്വലിപ്പിക്കാൻ ദൈവകൃപയാൽ ഇടയായി തീരട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വായിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തെ വാക്യമാണ്, ലേഖനത്തിൻ്റെ അകത്തെ വാക്യമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്യം നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ വാക്യം നോക്കി. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ അകത്ത് അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കുഞ്ഞുങ്ങളെ, കർത്താവായ യേശുവിൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിപ്പിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശ്വാസ ജീവിതത്തിൽ. നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടമുള്ളിടത്ത് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റും, അല്ലെ? വണ്ടിക്കൂലി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് പോകാൻ സാവകാശം ഉള്ളിടത്ത് ഏത് രാജ്യത്തായിക്കോട്ടെ നിങ്ങൾക്ക് അവിടെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാർത്ഥനയ്ക്ക് പോകുവാൻ ആർക്കും ഒരു തടസ്സമില്ല, അല്ലേ? ചിലപ്പോൾ ചിലർക്ക് വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിലേക്കൊരു വ്യക്തി പ്രവേശിക്കുമ്പോൾ, ഞാൻ ഇന്നലെ കേട്ടു, സ്വർഗത്തിലെ പൗരത്വം, അതായത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ ഭവനത്തിലെ ദൈവത്തിൻ്റെ മക്കളായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാൻ കഴിയുന്നത്. അതായത് യേശു ക്രിസ്തുവിലൂടെ രക്ഷാപദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നവർ. അല്ലാതെ വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവം അംഗീകരിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷാപദ്ധതിയിലൂടെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, കുഞ്ഞുങ്ങളെ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവൻ്റെ നാമനിമിത്തം പാപങ്ങളെ മോചിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങളെ എഴുതുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ലേഖനകർത്താവ് ഇങ്ങനെ പറയുകയാണ്.
നിങ്ങൾ ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കുക ഞാൻ എഴുതുന്നത്. ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക നിങ്ങൾക്ക് എഴുതുന്നത്. കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുക. നോക്കിയ പിതാവിനെ അറിഞ്ഞിരിക്കുക ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഞാൻ എഴുതുന്നത്. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും. അപ്പൊ ഇവിടെ മുതൽ നിങ്ങൾ നോക്കിയേ, ഒന്നാമത് പറയും നിങ്ങൾ ശക്തരാകയാലും. സ്ക്രീനിലേക്ക് ഒന്ന് നോക്കാവോ, അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നതാകയാൽ. അപ്പം നിങ്ങൾ ശക്തരാകുന്നത് എപ്പോഴാണ്? ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും. അങ്ങനെ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദുഷ്ടനെ ജയിച്ചിരിക്കുക. അടുത്ത, പിശാചിനെ ജയിക്കാൻ എന്നൊരു പദവിയില്ല, പകരം വചനമകത്തുണ്ടെങ്കിൽ പിശാചിനെ ജയിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പൊ വചനം നമുക്കറിയാം, ഈ ജയം എന്ന് പറയുന്ന സംഭവം ഒരു കാര്യം ചെയ്തതിന് ശേഷമുള്ളതാ ജയം, അല്ലേ? ഒരു പരീക്ഷ എഴുതിയാലാണ് ജയം. ഒരു കാര്യം, ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഓടിയാലാണ് ജയം, അല്ലെ? ഒരു അത്ലറ്റായിട്ടുള്ള ഒരു വ്യക്തി അത്ലറ്റിക്സിൽ അവിടെ ചെന്ന് അതിൻ്റെ അകത്ത് അദ്ദേഹം അത് പെർഫോം ചെയ്താലെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ ജയമുള്ളൂ. ഇവിടെ ബൈബിൾ പറയുന്നത് കർത്താവിൻ്റെ വചനമകത്തുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ശക്തരായിരിക്കുന്നു. അപ്പൊ കർത്താവിൻ്റെ വചനത്തിന്റെ ഒരു പവറിനെ അവിടെ പറയുകയാണ്. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ ജയിച്ചിരിക്കുന്നു എഴുതുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്യമാണ്, ലോകത്തെയും ലോകത്തിനൊന്നിനെയും ഒരുവനും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നത്ര. അപ്പൊ ഇത് കേൾക്കുന്ന ഒത്തിരി ആൾക്കാർ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ബ്രദറെ ബൈബിളിൽ അങ്ങനെ പറയുന്നു, അപ്പൊ നമുക്ക് ലോകത്തിലൊന്നും സമ്പാദിക്കുന്ന അങ്ങനെ ഒരു ഉപദേശം തന്നെയുണ്ട്. നമ്മൾ ലോകത്തിലൊന്നും കരുതേണ്ട കാര്യമില്ല, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നുമില്ലാതെ വന്നു, അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് നമ്മളൊന്നും എന്ത് ചെയ്യുന്നില്ല, ലോകത്തിലൊന്നും. അപ്പൊ ഇവിടെ ലോകം എന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തോട് അനുരൂപരാകരുത്. നന്മയും പ്രസാദവും ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ ഇന്നലെ കേട്ടായിരുന്നു, അല്ലേ? റോമ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലേ, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പൊ ഇവിടെ ലോകവും, അപ്പൊ ഇവർ നോക്കുന്ന പല എഴുത്തുകാരാണിത്. പൗലോസ് ശ്ലീഹയാണ് അത് എഴുതിയത്, ഇവിടെ യോഹന്നാൻ ശ്ലീഹ. അപ്പൊ ഇവരുടെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്, എന്നാൽ അർത്ഥം ഒന്നാണ്. ലോകത്തെയും ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള ഒരു മനുഷ്യനെയും സ്നേഹിക്കരുതെന്നും നമ്മൾ ഇവിടെയുള്ള ഒന്നും സമ്പാദിക്കരുതെന്നും അല്ല അതിൻ്റെ അർത്ഥം. ലോകത്തോട് അതിൻ്റെ അർത്ഥം അവരുടെ രീതിയിൽ. ഇപ്പം ഞാൻ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിട്ട് എനിക്ക് ആരോടും സ്നേഹമില്ല, ഞാൻ മദ്യപിക്കുകയും ഞാൻ വെറുക്കൂത്ത് നടത്തുകയും ഞാൻ ലോകപ്രകാരമൊക്കെ ജീവിക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം ഞാനും മറ്റവരും തമ്മിൽ എന്നാ വ്യത്യാസം? ഈ ലോകത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി, ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിനുള്ള മറുപടി എപ്പോഴും വരുന്നത് ദൈവരാജ്യത്തിൽ നിന്നാണ്. ഞാനൊരു കാര്യം വെച്ചോട്ടെ, നിങ്ങളുടെ കടഭാരം എങ്ങനെ മാറുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ കടഭാരം എങ്ങനെ മാറുമെന്നാണ് വിശ്വസിക്കുന്നത്? യേശുക്രിസ്തു വഴി പൂർത്തിയാക്കി തരും. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിലേക്ക് വരുമ്പം നിങ്ങൾ ഒത്തിരി വഴികൾ അടഞ്ഞ ശേഷം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു വിശ്വാസമുണ്ട്, ദൈവം ഒരു വഴി തുറക്കും. ആ വഴി എവിടുന്ന? ലോകത്തിൽ നിന്നല്ല, ദൈവരാജ്യവുമായിട്ടാണ് നിങ്ങൾക്ക് ബന്ധം. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകവുമായിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഉദാഹരണം പറയാം, നിങ്ങൾ നമ്മുടെ ഇടയിൽ എല്ലാ ദിവസവും ദൈവം രോഗസൗഖ്യത്താൽ ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ ഓർത്ത് പറയത്തില്ല, ബ്രദറെ എൻ്റെ കൈക്ക് 12 വർഷമായിട്ട്, എൻ്റെ നടുവിന് 20 വർഷമായിട്ട് വേദന ഉണ്ടായിരുന്നു, എനിക്ക് അലർജി ഉണ്ടായിരുന്നു, എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു, എനിക്ക് നടുവിന് വേദന ഉണ്ടായിരുന്നു, എൻ്റെ അസ്ഥി ബുദ്ധിമുട്ടായിരുന്നു, കാഴ്ച. അപ്പം കഴിഞ്ഞ ദിവസം മോൻ സാക്ഷ്യം പറഞ്ഞല്ലോ, അവൻ 6 വയസ്സ് മുതൽ കണ്ണാടി വെക്കുവാണ്. അപ്പം ഇത് ലോകപ്രകാരമല്ല അവിടെ ഒരു സൗഖ്യം നടന്നത്, അല്ലേ? ശ്രദ്ധിച്ചു നോക്കി, ഒരു മരുന്ന് കഴിച്ചില്ല, പ്രാർത്ഥനയ്ക്കിടയിൽ ബ്രദർ സർജറി ചെയ്യാൻ പോയില്ല, അവിടെ മെഡിസിൻ കൊടുത്തില്ല, അവിടെ എന്ത് ചെയ്തില്ല, പ്രത്യേകിച്ച് ഒരു മന്ത്രം ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എന്തോ സംഭവം അവരുടെ മേൽ സൗഖ്യം കിട്ടി.
അപ്പൊ ഈ സൗഖ്യം വന്ന സ്ഥലം ഏതാണ്? ദൈവരാജ്യം. അപ്പൊ ഒരു വിശ്വാസി ജീവിക്കേണ്ടത് ലോകത്തെ ആശ്രയിച്ചല്ല, ദൈവരാജ്യത്തെ ആശ്രയിച്ച്. ഉദാഹരണമായിട്ട് പറയാം, യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് അവിടെ 3 ദിവസം വലിയ പ്രസംഗം നടക്കുക. രാവും പകലും കുറേ ആളുകൾ മക്കളെയൊക്കെ ആയിട്ട് വന്നിട്ട്, ഫാമിലി ആയിട്ട് വന്നിട്ട് അവരിങ്ങനെ വചനം കേൾക്കുകയാണ്. 3-ാം ദിവസമായപ്പോൾ വചനം കേട്ടവർ മതിമറന്നു പോയി. 3-ാം ദിവസമായപ്പോൾ യേശു പറഞ്ഞു, ഇവരെ വെറും കൈയോടെ വിടാൻ എനിക്ക് മനസ്സില്ല, ഇവർക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, നമ്മൾ പല ആവർത്തിയത് പറഞ്ഞിട്ടുള്ളതല്ലേ, കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഒന്നുമില്ല, ആകെ ഉണ്ടായിരുന്ന 5 അപ്പവും 2 മീനുമാണ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റും 5000 പുരുഷന്മാർ തന്നെയുണ്ട്, സ്ത്രീകളും കുഞ്ഞുങ്ങളും വേറെയുണ്ട്. ഇത്രയും ജനത്തിനവിടെ ആ സ്ഥലത്ത്, ആ മലമുകളിൽ അല്ലെങ്കിൽ മരുഭൂമിക്കടുത്ത് ജനവാസം കുറവുള്ള സ്ഥലത്ത് നിമിഷ നേരം കൊണ്ട് അപ്പവും മീനും അവിടെ വന്നു. എവിടുന്ന് വന്നു? ആരും ഇവിടുന്ന് മീൻ പിടിക്കാൻ പോയില്ല, മീൻ ഫ്രൈ ചെയ്യാൻ പോയില്ല, അപ്പം കുഴയ്ക്കാൻ പോയില്ല, അത് പരത്താൻ പോയില്ല, തീ കത്തിക്കാൻ പോയില്ല, ഒന്നും ചെയ്യാറ് നിമിഷ നേരം കൊണ്ടെല്ലാം വന്നു. എവിടുന്ന് വന്നു? ദൈവരാജ്യത്തിൽ നിന്ന്. അപ്പൊ ഒരു വിശ്വാസി ഈ ലോകത്തോട് സ്നേഹിക്കരുതെന്ന് പറയേണ്ട കാര്യം, സ്നേഹിക്കാൻ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും വെറുക്കണം. ഞാൻ പല വിശ്വാസിയും കണ്ടിരിക്കുന്നത് ചിരിക്കത്തുമില്ല, മിണ്ടത്തുമില്ല, എങ്ങാനും മിണ്ടിയാൽ പിന്നെ വിശുദ്ധി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും നടക്കുന്നത്. ഒന്ന് ചിരിച്ചു കാണിച്ചാൽ അയ്യോ അവരുടെ വീട്ടിലുള്ളതെല്ലാം അങ്ങോട്ട് കയറി വരും, സകല പിശാചുക്കളും കയറി വരുന്നുള്ള ചിന്ത. അപ്പൊ ഇങ്ങനെ പഠിപ്പീരികൾ നമ്മുടെ ഇടയിലുണ്ട്. അവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞ ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങൾ ഒന്നും ആശ്രയിക്കരുത്. ഇപ്പൊ ഒരു വിശ്വാസിയാ, നിങ്ങൾ വലിയ കടഭാരത്തിന്റെ അകത്ത് ഇരിക്കുക, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ വീട് മുഴുവൻ വിറ്റിട്ട് എൻ്റെ കടഭാരം മൊത്തം തീർക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ബ്രദറെ, അത് വിറ്റിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ മിച്ചം കിട്ടിയാൽ, ഒരു 100 രൂപ കിട്ടിയാൽ അത് മതി ബ്രദറെ. അപ്പൊ അത് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനാ വിഷയം അല്ലത്, അത് എല്ലാവരും ചെയ്യുന്നതല്ലേ. ഒരു വിശ്വാസിക്ക് അവിടെ എന്താ വ്യത്യസ്തത? ഒന്ന് പറ, ഒരു വിശ്വാസിക്ക് എന്താ വ്യത്യസ്തത? എന്തായിരിക്കും ഒരു വ്യത്യസ്തത? ദൈവം ഒരു പുതുവഴി തുറക്കുന്നു. എല്ലാത്തിലും വ്യത്യസ്തമുണ്ട്. ദൈവരാജ്യത്തിന്റെ അന്വേഷണം. നമുക്ക് ഇപ്പൊ നിങ്ങൾ പറയാം, ബ്രദറെ എൻ്റെ വീടെല്ലാം വിറ്റിട്ട് ജപ്തിയുടെ വക്കി ഞാൻ നിൽക്കും, ഇതെല്ലാം വിറ്റ് പെറുക്കിയിട്ട് കിട്ടുന്നത് മതി ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ആ ബാങ്കുകാർക്ക് ഒരു കൃപ തോന്നി 100 രൂപ മതി, ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചാണെങ്കിൽ വീട്ടിൽ പോകണം, വാടക വീട്ടിൽ കിടന്നോളാം, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒന്നാക്കി ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ബാങ്കുകാർ മൊത്തം നോക്കിയിട്ട് അവസാനം വണ്ടിക്കൂലികളെ കാശ് തരും, അതെല്ലാരും ചെയ്യുന്നതാന്നേ. ഒരു വിധവയുടെ 2 മക്കളെ പഴയ നിയമത്തിൽ പലിശക്കാരൻ വന്ന് പിടിച്ചുകൊണ്ട് പോയി അടിമയാക്കാൻ നിൽക്കുമ്പോൾ ആ വിധവയായ സ്ത്രീ നേരെ പോയത് തന്റെ അമ്മാച്ചന്റെ വീട്ടിലോട്ടോ മകന്റെ സഹോദരങ്ങളുടെ അടുക്കിലേക്ക് ഒന്നുമല്ല, നേരെ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു. പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ മക്കളെ അടിമയാക്കി പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യണം? ഒരു കൈവായ്പതാ, ഒന്ന് മറിക്കാൻ ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ മറിച്ചിട്ട് തിരിച്ചു തരാം. ഒന്നുമല്ല പറഞ്ഞു, എന്നാ ചെയ്യണം? അവിടെ പ്രവാചകൻ ദൈവരാജ്യത്തിൽ നിന്നും എണ്ണ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലെ പാത്രങ്ങളെ നിറച്ച് അത് വിറ്റ് കടം തീർത്തു. നോക്കിക്കേ, ഇതാണ് വ്യത്യാസം. അപ്പൊ ഒരു വിശ്വാസി ഈ ലോകത്തെ സ്നേഹിക്കരുതെന്നും പൗലോസ്ലീഹ ഈ ലോകത്തോട് അനുരൂപരാകരുതെന്നും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മദ്യപാനം, വെറിക്കൂത്ത്, ഇതിനെപ്പറ്റിയാ പറയുന്നത്. മദ്യപിക്കരുത്, വെറിക്കൂത്ത് പോകല്, മറ്റു പാപത്തിലേക്കൊന്നും പോകരുത്. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നതല്ല. മെയിൻ അർത്ഥം നമ്മുടെ ആശ്രയം ലോകമല്ല. ഒരു വിശ്വാസി ജീവിക്കേണ്ടത് മെഡിക്കൽ സയൻസ് എന്ത് പറയുന്നല്ലോ, ഡോക്ടർ പറഞ്ഞു ബ്രദറെ ചാകുമെന്ന്, ഞാൻ ചാകാൻ നിൽക്കുക, ദൈവമേ പെട്ടെന്ന് എന്നെ വിളിച്ചേക്കണെന്ന് പറഞ്ഞ് നിൽക്കുന്നവനല്ല വിശ്വാസി. ദൈവം എന്താ പറയുന്നത്? ദൈവരാജ്യം എന്താ പറയുന്നത്? ദൈവരാജ്യത്തിൽ എന്താ സൊല്യൂഷൻ? ഇത് കണ്ടെത്തണം. ഇതിനു വേണ്ടിയാണ് യോഹന്നാൻ ശ്ലീഹ വാക്യം പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, അങ്ങനെയുള്ള കാര്യം പറഞ്ഞേക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും. അപ്പൊ വചനം അകത്ത് വസിക്കണം. വചനം ഒരു തെളിവാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കടയിൽ പോയിട്ട് സാധനം മേടിക്കാൻ ഉപയോഗിക്കുന്നത് എന്തുവാ? കടയിൽ പോയി സാധനം മേടിക്കാൻ ഉപയോഗിക്കുന്നത് എന്തുവാ? രൂപ.
രൂപ പൈസ നമ്മൾ പൈസ ഉപയോഗിച്ചല്ലേ, ഇതിപ്പോ കറൻസി ആയിക്കോട്ടെ, ഡോളർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ഒരു കാർഡ് ഉപയോഗിച്ചാൽ എല്ലാം ക്യാഷ് വേണമല്ലോ. അപ്പൊ നിങ്ങൾ അതിനെല്ലാം ഒരു കറൻസി നമുക്ക് ആവശ്യം അല്ലേ. നിങ്ങളിപ്പോ ഹോട്ടലിൽ കയറി വയറ് നിറച്ച് ആഹാരം കഴിച്ച് കാശില്ലെങ്കിൽ നിങ്ങൾ നിന്ന് പരുമോ അല്ലേ. കടയിൽ കയറി സാധനം എല്ലാം മേടിച്ച്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പേഴ്സ് എടുക്കാൻ മറന്നുപോയി, ബാംഗ്ലൂർ ഒരു സ്ഥലത്ത്. അപ്പം അവിടെ ഞാനും എൻ്റെ അനിയനും പോയി, ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് പേഴ്സ് എടുത്ത് നോക്കിയപ്പം അതിൻ്റെ അകത്ത് പേഴ്സല്ല ഇത് നോക്കിയപ്പോൾ പൈസ അവിടെ ഇല്ല. പൈസ ഉള്ള കോൺഫിഡൻസിൽ രണ്ടുപേരും കഴിച്ചത്, പൈസ ഇല്ലെന്നറിഞ്ഞപ്പോൾ വെപ്രാളമായി. ബാംഗ്ലൂർ പോയിട്ട് കർണാടക ഭാഷ, കന്നഡ അറിയത്തില്ല, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, കടക്കാരൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും കൈ കാശില്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത് ഉണ്ടായിരുന്നപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നോക്കിയപ്പോഴാണ് പേഴ്സ് എടുത്തില്ല, മറന്നുപോയി. ശ്രദ്ധിച്ചേ. അപ്പൊ ഒരു കറൻസിയാണ് നമുക്ക് ക്രയവിക്രയങ്ങൾ നടത്തുവാൻ, ഒരു സാധനം നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കറൻസി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിലെ നന്മകളെ എന്നിലേക്ക് കൊണ്ടുവരുവാൻ, അത് മേടിക്കുവാൻ ദൈവം തന്ന കറൻസിയാണ് കർത്താവിൻ്റെ വചനം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവം തന്ന രൂപയാണ് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞു. നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുക. അപ്പൊ പിശാചിനെ ജയിക്കാൻ എന്നാ വഴി? ദൈവവചനം അകത്ത് വരണം. ദൈവവചനം അകത്ത് വന്നാൽ എന്നാ വഴി? ഏത് നന്മയും അകത്തോട്ട് കയറി വരും. ഇതൊരു കറൻസിയാണ്. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണേ. പൈസ കയ്യിലുണ്ട്, നമുക്ക് കടയിൽ നിന്ന് എന്തും വാങ്ങിക്കാം അല്ലേ. ഏത് സൂപ്പർ മാർക്കറ്റിലും പോകാം, എവിടെയും ചെല്ലാം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിക്കാം. കടയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, എന്തും മേടിക്കാം. അങ്ങനെയെങ്കിൽ ദൈവവചനം ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം സൗജന്യമായി. ഇവിടെയാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞേക്കുന്നത്, ലോകത്തെ സ്നേഹിക്കുക. ലോകത്തിന്റെ ഒരു സാധനവും അവിടെ കയറത്തില്ല. ലോകത്തിൽ നിന്ന് ഒരു സാധനം കൊടുത്താലും ദൈവരാജ്യത്തിൽ ഒന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ടാണ് ലോകത്തെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ പിതാവിന്റെ സ്നേഹം അവനില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെയും ലോകത്തിലുള്ളതാകുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? അവിടെ ഈ ജഡമോഹം, കൺമോഹം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാഗ്രഹങ്ങൾ, അതിന്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കിയിട്ട് അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ അപഹരിക്കാനോ അതിനെ പിടിച്ചു പറിക്കാനോ ഒന്നും പോകുന്നവരാകരുത്. ഈ ലോകത്തോട് അനുരൂപരാകരുതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ജഡത്തിലെ മോഹങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഞാനൊരു വിശ്വാസിയാണ്. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരാളല്ല. മറ്റുള്ളവരുമായിട്ട് നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നവരാണ്. ആരോടും വൈരാഗ്യം വേണ്ട. ആമേൻ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കിയേ. എന്നിട്ട് പറയാണ്, ലോകവും അതിന്റെ മോഹവും ഒക്കെ ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അപ്പൊ ലോകവും അതിന്റെ മോഹവും ഒക്കെ ഒഴിഞ്ഞു പോകും. ഇതെല്ലാം ഒഴിഞ്ഞു പോകും. അതാണ് പഴയ നിയമത്തിൽ ശലോമോൻ പറഞ്ഞ എല്ലാം മായയാണ്, ഇതെല്ലാം മാഞ്ഞു പോകും. ഹല്ലേലൂയ. നിങ്ങൾ ശക്തരാകയാലും നിങ്ങൾ ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പൊ ദൈവവചനം ഒരു വ്യക്തിക്കകത്തുണ്ടെങ്കിൽ ദുഷ്ടപിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് അവനെ ജയിക്കുവാൻ കഴിയും. ആമേൻ. അപ്പൊ ഒരു വ്യക്തി കർത്താവിന്റെ വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു നന്മയും വരുന്നത് ഈ ലോകത്തിൽ നിന്നല്ല. നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുക, ബ്രദറെ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു പോകും, എനിക്കിനി ആയുസില്ല, ജീവിതകാലം മുഴുവൻ ഈ രോഗവുമായിട്ട്. അപ്പം ഈ മെഡിക്കൽ റിപ്പോർട്ട് ആയിരുന്നുകൊണ്ട് നിങ്ങൾ പേടിച്ച് വരണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവരാജ്യം എന്താ പറയുന്നത്? യേശുവിൻ്റെ അടിപ്പിടലുകളാൽ എൻ്റെ രോഗം സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ഈ വചനം നിങ്ങളിൽ വസിക്കണം. മെഡിക്കൽ റിപ്പോർട്ട് അല്ല വസിക്കേണ്ടത്. എപ്പോഴും പറയും ചിലർ, മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ വായിച്ചതാ, ഇനി ഒരു രക്ഷയൊന്നുമില്ല, ഈ ഷുഗർ ഒന്നും മാറാൻ പോകുന്നില്ല, ഈ പ്രഷർ ഒന്നും മാറാൻ പോകുന്നില്ല, ഈ ക്യാൻസർ ഒന്നും മാറാൻ പോകുന്നില്ല, ഇതൊക്കെ ജീവിതം എൻ്റെ ഇതുകൊണ്ടേ പോകത്തുള്ളൂ. ഈ റിപ്പോർട്ടാണ് ഹൃദയത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ദുഷ്ടനെ ജയിക്കാൻ പറ്റുന്നില്ല. പകരം എന്ത് ചെയ്യണം? വചനം വസിക്കണം. അതിന് വചനം വസിക്കണേ എന്ത് ചെയ്യണം? ഈ ലോകവുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് മുറിക്കണം.
എങ്ങനെ മുറിക്കുന്നത്? നിങ്ങൾ 24 മണിക്കൂറും ഈ വചനവുമായിട്ടുള്ള ബന്ധം, ഈ വസിക്കുക എന്നുള്ളതും ഞാൻ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ, നമ്മള് വാടക വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വസിക്കുവല്ല. ഒരു വ്യക്തി വാടക വീട്ടിൽ വസിക്കുവല്ല. വസിക്കുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് നിൽക്കുന്നതാണ് വസിക്കുക എന്നുള്ളത്. നമ്മൾ വാടക വീട്ടിൽ നിൽക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. ഞാനിപ്പോൾ ഒരു വാടക വീട്ടിൽ നിൽക്കുക അല്ലേ. നമ്മൾ താമസിക്കുന്നു, വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നിങ്ങൾ കാണണം അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ലേ പറയുന്നത്. ഞാനിപ്പോൾ ഒരു വാടക വീട്ടിൽ നിൽക്കുക, ഇപ്പൊ ഞാനൊരു വാടക വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത് അല്ലേ. സ്ഥിരമാണോ? അല്ല. വാടക വീട് എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ല. പക്ഷെ നിങ്ങൾ ഓർത്തില്ല, എനിക്ക് സ്വന്തമായിട്ട് വീട് തിരുവനന്തപുരത്തുണ്ട്. അത് വ്യത്യാസമാണ്. അപ്പൊ എപ്പോൾ തിരുവനന്തപുരത്ത് വന്നാലും നിങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പറയാം ഞാൻ തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിക്കുക എന്നതിന്റെ അർത്ഥം എന്തുവാ? നാളെ ഞാൻ കൊല്ലത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എൻ്റെ അഡ്രസ്സ് ഇന്ന് കാണിക്കുന്ന അഡ്രസ്സ് അല്ല നാളെ. അപ്പൊ നിങ്ങൾ വസിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ നിങ്ങൾ താമസിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ വചനം നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അവിടെ നിൽക്കുന്നു, സ്ഥിരമായിരിക്കണം. അപ്പൊ സ്ഥിരമാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ഥിരമായ ഒരു ബന്ധം എനിക്ക് വേണം വചനവുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകാതെ ദിവസവും. അതുകൊണ്ടാണ് ദാനിയലിന്റെ പ്രത്യേകത, ദിവസവും 3 നേരം പ്രാർത്ഥിക്കുമായിരുന്നു. 3 നേരം പ്രാർത്ഥിക്കും. നമ്മൾ പറയത്തില്ലേ, ഒരു അരമണിക്കൂർ സൂമിൽ പ്രാർത്ഥനയ്ക്ക് കയറാൻ പറഞ്ഞ് എന്നെ തിരക്കാ നമ്മള്. ജോലി തിരക്ക്, വീട്ടിലെ തിരക്ക്, ആ തിരക്ക്, അവിടുത്തെ തിരക്ക്, ഇന്ന തിരക്ക്, എല്ലാം ബിസിയാ. കൊട്ടാരത്തിൽ പ്രധാന പദവി വഹിക്കുന്ന ആളാ ദാനിയേല്. തല പോകുന്ന ജോലിയാ പുള്ളി ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ തല പോകും. പക്ഷെ 3 നേരം പ്രാർത്ഥിക്കും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആകാം. 3 നേരം പ്രാർത്ഥിക്കും. അതുകൊണ്ട് എന്നാ സംഭവിച്ചെന്നറിയാവോ? തല വെട്ടിക്കൊല്ല അല്ലെങ്കിൽ കൊന്നു കളഞ്ഞേക്കാൻ ഒരു വിളംബരം ഉണ്ടായപ്പോഴേക്കും അന്ന് കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ കാര്യം എന്നറിയാവോ? അകത്ത് വചനം വസിക്കുന്നവന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ഒരു വഴി തുറക്കും അവന്റെ ഉള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പ്രതിസന്ധി വരുമ്പോൾ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പേടിക്കേണ്ട, എന്തോ ഒരു സംഭവം വരാൻ വേണ്ടി പോവാ. ഈ വചനം അകത്തില്ലാത്തവർക്കാണ് ഈ പ്രശ്നം മൊത്തം. അവരുടെ മനസ്സിലോട്ട് ഞാൻ ചോദിച്ചോട്ടെ, പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സ് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒരു വഴി തുറക്കും ദൈവം. അങ്ങനെ വരുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ അകത്തൊരു പ്രത്യാശ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നവരിലാണ് പ്രത്യാശ ഉണ്ടാകുന്നത്. അങ്ങനെ പ്രത്യാശ ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനം നമുക്ക് പ്രവൃത്തി തലത്തിലേക്ക് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാ ദിവസവും വചനങ്ങൾ ഇങ്ങനെ പറയണം, കാണാപ്പാടം പറയണം. ഞാൻ ബ്രദറെ കഴിഞ്ഞ ദിവസം ഒന്നും പറഞ്ഞായിരുന്നു, പിന്നെ അങ്ങ് വിട്ടുപോയി. അങ്ങനെ ഉള്ളപ്പോൾ എന്നെ കുഴപ്പമെന്നറിയാവോ? നിങ്ങളുടെ മനസ്സിൽ മൊത്തം ലോകത്തിന്റെ ചിന്തകൾ കയറി കിടക്കും. അതെന്നാ ലോകത്തിന്റെ ചിന്ത എന്നറിയാവോ? നിരാശകൾ കയറും. മെഡിക്കൽ റിപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കും. കടഭാരം കയറുമ്പോൾ നമുക്ക് പേടി വരും. കൊച്ചുങ്ങളുടെ വിഷയങ്ങൾ ശരിയാകാതെ വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് തകരും. കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരാതെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ കയറും, പിറുപിറുക്കും, പിന്മാറിപ്പോകും. അവസാനം എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇങ്ങനെ പറയാൻ തുടങ്ങും. ഞാൻ ചോദിച്ചോട്ടെ, ദാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചിട്ടും സിംഹത്തിന്റെ കൂട്ടിക്കൊണ്ടിടാൻ വേണ്ടി വിളംബരം ഉണ്ടായത്. അപ്പൊ ദാനിയേൽ എന്നാ പറയും? ഞാൻ 3 നേരം കിടന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും കർത്താവ് എന്നെ സിംഹത്തിന്റെ കൂട്ടിലിട്ടല്ലോ എന്ന് പറയണ്ടേ? നമ്മളാണെ പറഞ്ഞാലല്ലേ, ഇനി എന്നാ പ്രാർത്ഥിക്കാന്? 3 നേരം പ്രാർത്ഥിച്ച ദാനിയേലിന് സിംഹത്തിന്റെ കൂടെ കിട്ടിയെങ്കിൽ നമുക്ക് എത്ര അധികം നമ്മൾ പറയും. പക്ഷെ ദാനിയേലിനറിയാം, 3 നേരം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സിംഹത്തിന്റെ കൂട്ടിലല്ല, പാമ്പിന്റെ കൂട്ടിലല്ല, എവിടെ കൊണ്ടിട്ടാലും ഞാൻ വിളിക്കുന്ന യഹോവ എന്നെ വിടുവിച്ചിരിക്കും. ഈ ഉറപ്പാണ് വചനമകത്തുള്ളവൻ. ഇപ്പൊ വചനമകത്തുള്ളവന് പ്രശ്നം വരത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം. വചനമകത്തുള്ളവന് പ്രശ്നം വന്നാലും തമ്പുരാൻ അവിടുന്ന് ഒക്കെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. വചനം അയച്ച് ഞാൻ വിടുവിക്കുമെന്ന് പറഞ്ഞത്. ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, നിങ്ങൾ ശക്തരാകയാലും. എങ്ങനെ ശക്തരായത്? ദൈവം വചനമകത്ത് വസിക്കുന്നത് കൊണ്ട്.
അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പേടിപ്പിക്കാൻ നോക്കിയാൽ നീ മുടിഞ്ഞു പോകും, നീ നിന്റെ കുടുംബവും നിന്റെ തലമുറയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, നിങ്ങളുടെ ഗതി അധോഗതിയായി പോകും, ആ കുഞ്ഞ് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ആ കുഞ്ഞ് നേരെയാകത്തില്ല, അതിങ്ങനെയൊക്കെയുള്ളൂ, നിന്റെ കാലം കഴിഞ്ഞാൽ കുഞ്ഞ് അവസാനം അങ്ങനെ നടക്കൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ വചനത്തിലും ദൈവരാജ്യത്തിലും ആശ്രയിക്കുന്ന അവിടെ ഇതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവനോടെ ഇരുന്ന് ഞാനത് കണ്ടിരിക്കും. അവിടെ നിന്ന് എനിക്ക് ധൈര്യം തരുന്നതാണ് കർത്താവിൻ്റെ വചനം. ഞാൻ പറഞ്ഞല്ലോ, കൈ കാശുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി ആഹാരം കഴിക്കുക അല്ലേ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം 1000 രൂപ പേഴ്സിൻ്റെ അകത്ത് ഇരിക്കുക, പിന്നെ എന്നാ കുഴപ്പം ബിരിയാണി കഴിക്കാൻ? നല്ല ഒന്നാം തരം വിശന്നപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി, കൈ നിറയെ കാശുണ്ട്, വല്ലതും പേടിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, കയ്യിൽ 10 പൈസയില്ല, ഹോട്ടലിൽ കയറി കഴിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? കയ്യിൽ ഒരു കാശ് പോലും ഇല്ല, കഴിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? ധൈര്യമില്ല. ഇല്ല. ധൈര്യമില്ല. ധൈര്യമില്ല. വിശപ്പുണ്ടേലും നമുക്ക് ധൈര്യമില്ല. ധൈര്യമില്ല. ഒട്ടും ധൈര്യമില്ല. വിശപ്പ് വയറിനി പൊട്ടിപ്പോയാലും നമുക്ക് പേടിയാ. കാര്യം കഴിച്ചിട്ട് കാശില്ല, അവരെടുത്തിട്ട് ഇടിക്കും അല്ലേ. പക്ഷെ കൈ നിറച്ച് കാശുള്ളവന് ധൈര്യമാണ്. ഇതേപോലെ വചനമകത്തുള്ളവന്റെ ഉള്ളത്തിൽ ഉണ്ടാകുന്നതാണ് ധൈര്യം. എൻ്റെ കുടുംബം തകരത്തില്ല, എൻ്റെ തലമുറ നശിക്കത്തില്ല, എൻ്റെ രോഗം എന്നെ ജയിക്കത്തില്ല, എൻ്റെ പ്രതിസന്ധി എന്നെ തോപ്പിക്കത്തില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി കിട്ടിയിരിക്കും. വചനം വസിക്കുന്നവര്, ഇതാണ് വചനത്തിന്റെ ശക്തി. ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഉള്ളത്തിൽ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാലും പറയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ഒരിക്കലും ഒരു ദോഷവും വരത്തില്ലെന്നേ, ഒരു ദോഷവും എനിക്ക് വരത്തില്ലെന്ന് പറയണം. എനിക്കെതിരായിട്ട് വരുന്ന ഒറ്റ ആയുധവും ഫലിക്കത്തില്ല. നീ എത്ര കൂടോത്രം ചെയ്താലും എനിക്കൊന്നും ഏശത്തില്ല. എന്നെ തെളിവ്, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കത്തില്ല, എനിക്കിട്ട് വേക്കത്തില്ല. ഇതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതില്ലാത്തവരാണ് ആരെങ്കിലും പറയണത് ആഭിചാരം അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ, തീർന്നതോടെയല്ല. നിങ്ങൾ ശക്തരാണ്, ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. 9 വയസ്സുള്ള മോൻ്റെ പ്രായം, 50 വയസ്സുള്ള മോൻ, നമ്മളെക്കാളും ഒക്കെ ഇളയതേ കൂട്ടത്തിൽ എനിക്ക് വന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ആ കുഞ്ഞത് കേട്ടു, അവനെ ആരും പഠിപ്പിച്ചില്ല, അവൻ ദിനം പ്രതി വചനം കേട്ട് തന്നെത്താൻ അവൻ കൈവച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് അവൻ പറഞ്ഞു അവന് കാഴ്ച ലഭിച്ചു എന്ന് പറഞ്ഞു. കണ്ടോ, കുഞ്ഞാ വചനം കേട്ടത് കൊണ്ടല്ലേ, അവനാ ഉള്ളത്തിൽ വചനമുള്ളത് കൊണ്ടല്ലേ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് കാഴ്ച വന്നിരിക്കുന്നു പറയുവാൻ കേട്ടത് കൊണ്ടല്ലേ, അവൻ ദിവസവും വചനം പറഞ്ഞത് കൊണ്ടല്ലേ അവൻ്റെ കാഴ്ച തുറന്നത് ദൈവം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ സ്നേഹിക്കരുത്. എപ്പോഴും ഓർത്തോണം, ഈ ലോകം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അയൽവക്കക്കാരോട് മിണ്ടാതെ നടക്കുന്നത്, ഞാൻ ഭയങ്കര വിശ്വാസിയാന്ന് പറഞ്ഞു, ഞങ്ങൾ വലിയ പ്രാർത്ഥനക്കാരും അവരെല്ലാം നരകത്തിൽ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ പല പഠിപ്പീരുകളും. അവർ നരകത്തിൽ പോകാനുള്ളവരും നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ളവരും. അതുകൊണ്ട് ഞങ്ങൾ വലിയ ആൾക്കാരും അവർ നരകത്തിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെയല്ല, ആ ലോകത്തെ പറ്റി അല്ല പറഞ്ഞേക്കരുത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾക്കറിയാവോ. അവർക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ വേണം. അയൽവക്കത്തെ പുള്ളി നിലനിൽക്കുന്നതിന്റെ കാരണം നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അറിയാവോ. നിങ്ങളുടെ നാട് നശിക്കാത്തതിന്റെ കാരണം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായത് കൊണ്ടാ. ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ യഹോവ എന്ത് ചെയ്യത്തില്ല, ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ല. അപ്പൊ നിങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ്, നിങ്ങളുടെ പ്രാർത്ഥന അവിടെ ഉള്ളത് കൊണ്ടാണ് അയൽവക്കത്തിൽ പോലും അനർത്ഥങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നത്. പ്രിയരെ, തിരിച്ചറിയണേ. അപ്പൊ നിങ്ങൾ അവരോട് പറയാം, നിങ്ങളൊക്കെ കള്ളന്മാരും നരകത്തിൽ പോകുന്നവരും, ഞങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ളവരുവാ. ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തെ സ്നേഹിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ ഇനി മുതൽ എന്ത് ചെയ്യുന്നില്ല, വീടും സ്ഥലം ഒന്നും പാടിച്ച് നമ്മൾ ഇവിടുന്ന് ഒന്നും സ്ഥലം മേടിക്കണം, വീട്, ഞാൻ പറഞ്ഞില്ലേ, സ്ഥലം മേടിക്കണം, വീട് മേടിക്കണം, സ്വർണം മേടിക്കണം. ചിലർ ചോദിക്കും, ബ്രദറെ ഗോൾഡ് മേടിച്ച കുഴപ്പമുണ്ട്, കാശുണ്ടെ മേടിച്ചു, ദൈവം തരുന്നുണ്ടെ മേടിച്ചു, സ്ഥലം തരുന്നുണ്ടെ മേടിച്ചു. അതൊക്കെ മേടിച്ചാൽ എന്ത് ചെയ്യണം, നെഗളം വരും. അതാണ് ഇതിലൊന്നും. പിന്നെ നിങ്ങൾ അതിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ മൊത്തം. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, വീടും കാറും എല്ലാം തന്നു കഴിയുമ്പോഴേക്ക് പിന്നെ ബ്രദറെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുന്നില്ല, വീടിന് ലോൺ എടുത്തിട്ട് ഇപ്പം ആ ലോൺ അടയ്ക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുക, ഞായറാഴ്ചയും കൂടെ പ്രാർത്ഥനയ്ക്ക്. അത് ദൈവത്തിൽ നിന്നല്ല കേട്ടോ, അത് ദൈവത്തിൽ നിന്നല്ല. കടമെല്ലാം വലിച്ചു, അതായത് രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യം ഉപദേശിക്കും പറഞ്ഞു കേട്ടോ. യേശുവിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ എടുത്താൽ പൊങ്ങാത്തൊന്നും എടുക്കരുത്, ദൈവത്തെ സഹായിക്കാൻ പോകരുത്. യേശുവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ, പിന്നെ ചിലരുണ്ട് യേശുവിലേക്ക് വന്നതിന് ശേഷം വിശ്വാസത്താൽ ആകെ വരുമാനം 25,000 ഉള്ളൂ, ഒരു 10 കോടിയുടെ വീട് അങ്ങോട്ട് പണിയും, ദൈവം നടത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അല്പത്തിൽ വിശ്വസനായിരിക്കണേ. ദൈവത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഞാനിത് ചെയ്യണോ, ദൈവം സൈൻ തന്നാൽ മേടിച്ചു, അല്ലാതെ ചാടിക്കയറി എന്ത് ചെയ്യരുത്, അവിടെ ചെയ്യരുത്. അവസാനം ഞായറാഴ്ച പോലും പിന്നെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റത്തില്ല. നമുക്ക് സ്വാതന്ത്ര്യം വേണം, ദൈവം തുറക്കും.
അവൻ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാരമില്ലാത്ത രീതിയിൽ ദൈവം തുറക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഈ നിമിഷങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തിട്ട് ഒന്നും സമ്പാദിക്കാൻ കഴിയാത്തവരുണ്ട്. എല്ലാ മാസവും നോക്കുമ്പോൾ അവസാനം ഒന്നുമില്ല. അങ്ങനെ പോകുന്ന ചിലരെ കർത്താവ് തൊടാൻ വേണ്ടി പോകും. അവസാനം ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് സമ്പാദ്യം. വലിയ കടം കയറി കിടക്കുക. പലർക്കും കൊടുത്തതാ, പലർക്കും ജാമ്യം തിന്ന് പലതും എടുത്തു കൊടുത്തതാ. ഇപ്പൊ എല്ലാം നഷ്ടത്തിലൂടെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. യേശുവേ, അവരുടെ കെട്ടുകൾ ഇന്ന് പൊട്ടട്ടെ. അവരായിരിക്കുന്ന സകല ഞെരുക്കങ്ങളും ഇന്ന് മാറട്ടെ. അവരുടെ പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇന്ന് സൗഖ്യമാകട്ടെ. അവരുടെ വേദനകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ മേഖലകളൊക്കെയും യേശുവിൻ്റെ സാക്ഷ്യമായി തീരട്ടെ. ദൈവത്താൽ അവർ അത്ഭുതമായി തീരട്ടെ. ദൈവത്താൽ സാക്ഷ്യമായി തീരട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ പെരുകുന്നല്ലോ. ദൈവകൃപ ഇവിടെ പെരുകുന്നല്ലോ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ തകർച്ചകൾ വിട്ടുമാറട്ടെ. ഓ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ കർത്താവ്, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നോട് പറയുന്ന ഒരു ലോറൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ സ്വർഗത്തിലെ ദൈവം ഇന്ന് സ്പർശിക്കാൻ വേണ്ടി ഇപ്പോൾ ലോറൻസിൻ്റെ ഭവനത്തിൻ്റെ മേൽ ഇന്ന് ഇങ്ങനൊരു വാക്ക് പറയും, ശൂന്യമാക്കി കളഞ്ഞതിനെ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവുക. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ, ലോറൻസിൻ്റെ ഭവനത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ട്രിവാൻഡ്രോവുമായിട്ട് എന്തെങ്കിലും ബന്ധം ആ വ്യക്തികൾക്ക്, ഇന്ന് കേൾക്കുന്ന വ്യക്തികൾക്കുണ്ടെങ്കിൽ ഒന്ന് പറയണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആള് ഇന്ന് സൂമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി. പറയാമീൻ ബ്രദറെ, പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. ഭയങ്കരമായിട്ട് അവര് കടത്തിലായിരിക്കുന്നു. പലരും കൊടുക്കേണ്ട കാശ് അവർക്ക് കൊടുക്കുന്നില്ല. അവരുടെ വൈഫ് ഇപ്പം, ആ ബ്രദറിന്റെ വൈഫ് ഇപ്പം ആക്സിഡന്റ് ആയി, നട്ടെല്ലെല്ലാം പൊട്ടി, അങ്ങനെ വളരെ ഭാരത്തിലാണ്. 2 കുട്ടികളാണ് അവര്. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരോട് പറയണം, കർത്താവ് ഇന്ന് ഇടപെട്ട് കേട്ടോ. ട്രിവാൻഡ്രത്തല്ലേ അവരുള്ളത്? അതെ, കഴക്കൂട്ടം. ഈ കാര്യം വല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോ. ഇന്ന് ആ കുടുംബത്തെ ദൈവം വിടിവിക്കാൻ വേണ്ടി പോ. അവരുടെ ബന്ധനങ്ങളെ യേശു അഴിക്കാൻ വേണ്ടി പോ കേട്ടോ. അവരെ നശിപ്പിക്കാൻ കയറിക്കൂടിയ സകലതും യേശുവിന്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറുന്നല്ലോ. സ്വർഗത്തിലെ ദൈവം ഇന്ന് അവരെ സഹായിക്കുന്നല്ലോ. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നു. ഒരു വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭവനത്തിൻ്റെ അകത്ത് ഈ നമ്മൾ വീട് പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പികൾ, ആ കമ്പിയും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും 2 മടക്ക് പോലെ ഇങ്ങനെ കമ്പി ഇങ്ങനെ മടക്കി നീണ്ട് കിടക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എസ് എന്ന പേരിൽ തുടങ്ങുന്ന ഒരു വ്യക്തി, അവിടുത്തെ ഞാൻ കാണുന്ന അവിടുത്തെ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത്. എസ് എന്നാണ് ആ വ്യക്തിയുടെ പേരിൻ്റെ ആരംഭം ഞാൻ കാണുന്നത്. ആ കമ്പി ഇങ്ങനെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ കമ്പി ബാക്കി ഭാഗങ്ങളോടെ കിടപ്പുണ്ട്. ആ വീടിനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നു. നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് അയക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, ഈ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ തൊടാൻ വേണ്ടി പോകുന്നു. ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തി അങ്ങ് ചെയ്യുന്നല്ലോ. അപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് സൂമിൽ ഈ അടയാളമുള്ള വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ. നന്ദി കർത്താവേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ ആ വഴി തുറക്കുന്നപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവിന്റെ എല്ലാവരും ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യുവാണേ. ഇതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ ഇടയ്ക്ക് ഞാൻ മ്യൂട്ട് ചെയ്യും, എൻ്റെ ഉള്ളത്തിൽ തോന്നിയാൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ വലിയ മഹത്വത്തെ കർത്താവ് ഇന്ന് അയക്കുന്നല്ലോ, വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ അപ്പാ. കർത്താവിന് തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഞാൻ ഇന്നൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. സഞ്ജു എന്ന് പേരുള്ള ഒരു തലമുറയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. സഞ്ജുവിനെ ദൈവം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാണ്. അവന്റെ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി, കുടുംബത്തെ ദൈവം ഒരു അത്ഭുത സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ അപ്പാ. ദൈവത്തിന്റെ അത്ഭുതത്തെ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു പ്രാർത്ഥിക്കുന്ന, കുടുംബത്തിന്റെ മേലുള്ള അനുഗ്രഹത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. നന്മയാക്കി സ്വർഗം മാറ്റട്ടെ. സകല വിഷയത്തിന്റെ മേൽ സാക്ഷ്യമാക്കി ദൈവം മാറ്റട്ടെ. ഇപ്പോൾ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവ കൃപ ചൊരിയുന്നല്ലോ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവിനോട് പറയുന്ന ഒരു ഫിലിപ്പിന്റെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോകുന്ന, ഫിലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിപ്പിന്റെ ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ വലിയൊരു സ്പർശനത്തെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഫിലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്നത് ഈ ബീന എന്ന് പറയുന്ന ഒരു പേരുടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ. അതോടൊപ്പം തന്നെ ഞാൻ കയറി വരുമ്പോൾ തന്നെ ഈ ഫെഡറൽ ബാങ്കിന്റെ ഒരു കലണ്ടർ വീടിന്റെ ഹോളിൽ തന്നെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കുടുംബത്തെ, അതിൻ്റെ ഒരു കലണ്ടർ, അത് ഫെഡറൽ ബാങ്കിന്റെയാണ്. ഒരു വീട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന് അത് വീടിനായിട്ട് ബന്ധപ്പെട്ട് തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന, ആ സ്ഥലത്തെ അപഹരിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ നോക്കുന്ന സകല പിശാചിന്റെ പ്രവർത്തികളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്തു വരുന്നു. കർത്താവ് ആ കുടുംബം അവിടെ ഫലം കായ്ക്കട്ടെ. സകല ഞെരുക്കങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അവരുടെ മുമ്പിൽ സാക്ഷ്യമായി മാറട്ടെ. സകല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നീങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. ഞാൻ ഓരോ വ്യക്തികളെയും ഇന്ന് അനുഗ്രഹിക്കുന്നപ്പോ അവർ അതിരുകൾ വിസ്താരമാകട്ടെ, അവരുടെ നിന്ദകൾ മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഞാനൊരു ഗ്ലാഡീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കുടുംബത്തിലൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളത്തെ കർത്താവ് ഒരു ഗ്ലാഡീസ്, ഇന്ന് ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ വ്യക്തിയുടെ മേൽ ദൈവപ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്ന യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ആ കുടുംബത്തെ തൊടുന്നല്ലോ, അവരുടെ തലമുറകളെ ദൈവം തൊടുന്നല്ലോ, സാക്ഷ്യമാക്കി സ്വർഗം മാറ്റുന്നല്ലോ. ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പൊ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ, കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവരാജ്യത്തിൽ നിന്ന് ആ സൗഖ്യത്തെ ഒന്ന് മേടിച്ച് ഈ വചനം ഉപയോഗിച്ച് എന്നിട്ട് പറ, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ രോഗം യേശു മാറ്റി. ഈ വചനം പൈസ കൊടുത്ത് കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത് പോലെ വചനത്താലാണ് ദൈവരാജ്യത്തിലെ സകല നന്മകളും. ആ വചനമില്ലാതെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സ്ലീഹ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നതാകിയാൽ അതുകൊണ്ട് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ വചനം അകത്ത് വസിക്കുന്നവർ, ദൈവവചനം വസിക്കുന്നവർ, നിങ്ങളുടെ അകത്ത് നന്മകൾ വരും. ഇപ്പോൾ കർത്താവെ, രോഗസൗഖ്യങ്ങൾ നിറയുന്നല്ലോ, വേദനകൾ വിട്ടുമാറുന്നല്ലോ, സകല ബുദ്ധിമുട്ടുകളും അത്ഭുതമാകുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ്, ഇന്ന് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവരുണ്ട്. അവരുടെ മുമ്പിൽ യേശുവേ, ഇന്ന് അവരുടെ തകർച്ചകൾ വിട്ടുമാറട്ടെ. അവരെല്ലാ തകർച്ചകളും വിട്ടുമാറട്ടെ. അവരുടെ ജപ്തികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ബുദ്ധിക്ക് അപ്പുറമാണ് ഇത്രയും വലിയ തുക വീട്ടുക എന്നുള്ളത്. മനുഷ്യായുസ്സിൽ അസാധ്യമാണ്. പക്ഷേ കർത്താവെ, 5 അപ്പത്തെ 5000 പേർക്ക് നിമിഷ നേരം കൊണ്ട് നിർമ്മിച്ച ദൈവമേ, അവർക്ക് വേണ്ടിയുള്ള നന്മകൾ നിർമ്മിക്കപ്പെടുന്നല്ലോ. ദൈവരാജ്യത്തിൽ തുറക്കുന്നല്ലോ. കടങ്ങൾ, ഭാരങ്ങൾ, വിഷയങ്ങളൊക്കെയും യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യമായി സ്വർഗം മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പ. അത്ഭുതമാക്കുന്നതിന് നന്ദി പറയുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കർത്താവിന്റെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഇന്ന് ഈ നിമിഷം ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഈ സമയം നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ വിതച്ച ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെല്ലാ നിരാശകളും വിട്ടുമാറട്ടെ.
അവരുടെ എല്ലാ തകർച്ചകളും വിട്ടുമാറട്ടെ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിയിൽ അവരുടെ വരുമാന മേഖലകളൊക്കെയും ദൈവത്തിന്റെ വർദ്ധിക്കട്ടെ. വലിയ കൃപകൾക്കായി യേശുവിന്റെ സ്തുതിക്കുന്നു. നാമത്തിൽ വലിയ കർത്താവെ കൃപകൾക്കായി അവരുടെ നന്ദി ബിസിനസ്സിൽ പറയുന്നു. നമുക്ക് വർധനമുണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ ഒരുമിച്ച് എല്ലാ പ്രാർത്ഥിക്കാം. മേഖലയിലും ഒരുമിച്ച് വർധനമുണ്ടാകട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ആമേൻ. ഈ സമയത്ത് സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ ഞാൻ ആദ്യമായിട്ട് പറയാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഒരു പഴയ അലമാരി വീടിന്റെ പുറകെ കൊണ്ട് വെച്ചിരിക്കുന്നതും ആൽബം വെച്ചിരിക്കുന്നതൊക്കെ ബ്രദർ ആലോചന പറഞ്ഞായിരുന്നു. ഒരു 2 ആൽബം ഇരിക്കുന്നതിന്റെ വീട്ടിൽ ഒരു ചെറുതുണ്ട്. അതിനകത്ത് 4-ാമത്തെ രീതിയിലുള്ള ഒരു വ്യക്തിയെ തൊടുന്നു എന്ന് പറഞ്ഞു. അത് കറക്റ്റാ. ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1980 എടുത്ത ഒരു ഫോട്ടോയാണത്. എന്റെ മോന്റെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ഫോട്ടോ ആയി കാണുന്നത്. 3 മാസമുള്ളപ്പോൾ മോന്റെ ഫോട്ടോ എടുത്ത ഫോട്ടോ അതിനകത്തുള്ളത്. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. മോന് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകട്ടോ. താങ്ക് യു ജീസസ്. താങ്ക് യു ബ്രദർ. 45 അവൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ ഇപ്പൊ ഒരു ആലോചന പറഞ്ഞില്ലേ, സഞ്ജുവും അവരുടെ തലമുറയും ഭർത്താവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ട്. അത് എന്റെ ഭർത്താവാണ് ബ്രദറെ. ഏറ്റെടുത്ത കർത്താവ് അത് സാധ്യമാക്കി മാറ്റി കേട്ടോ. ബ്രദർ എന്റെ പേര് ഷീബ. ബ്രദർ എന്റെ പേര് ഷീബ. ഒരു 10 ദിവസത്തിന് മുമ്പ് ബ്രദർ പറഞ്ഞായിരുന്നു, ഒരു പ്രവചനം പോലെ വീട്ടിലോട്ട് കയറി വരുന്ന സ്ഥലത്ത് ഒരു ചെറിയ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. ആ സ്റ്റൂളിന്റെ പുറത്ത് ഒരു ചെറിയ അഗർബത്തിയുടെ ഇത് വെച്ചിട്ടുണ്ട്. ആ വീട്ടിലെ 2ാമത്തെ മോളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. കർത്താവ് അത് സാക്ഷിയാക്കി മനസ്സിലാക്കി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ ഇപ്പോൾ ബീനയുടെ ഫിലിപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതോടൊപ്പം ബീന എന്നും കൂടെ പറഞ്ഞിരുന്നു. എന്റെ പേരാണ് ഫിലിപ്പ്, എന്റെ ഭാര്യയുടെ പേരാണ് ബീന. ഏറ്റെടുത്ത വലിയൊരു പ്രവൃത്തി ദൈവം ചെയ്യാൻ വേണ്ടി കേട്ടോ. ഓക്കെ, താങ്ക് യു. പറഞ്ഞോ. ബ്രദർ ഇപ്പൊ പറഞ്ഞ പണി പൂർത്തിയായിട്ടില്ല. കമ്പി കിടക്കണം. അത് എന്റെ മകന്റെ അത് ഏറ്റെടുത്ത കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. വലിയ പ്രവൃത്തിയാൽ കർത്താവ് നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ദൈവം അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. മകനാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ബ്രദർ വന്നപ്പോ അവര് ഫ്രണ്ട്സ് 2 പേരും കൂടെ ബ്രദറെ കാണാൻ കയറിയത്. അപ്പൊ 2 പേർക്കും ബ്രദർ ഏപ്രിൽ 15 അവർക്ക് അതില് ഒരാളുടെ മകള് ക്ലിയർ അല്ല, കട്ടായി പോയല്ലോ. കട്ടായി പിന്നെ കേൾക്കാൻ പറ്റിയില്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. പേര് ഗ്രേസിന്റെ കൂടെ കയറിയ അവർക്ക് 2 പേർക്കും ബ്രദർ ഒരുപോലെയാണ് ദൂത് കൊടുത്തത്. ഏപ്രിൽ 15 ഗ്രേസിന്റെ 2ാമത്തെ മകൻ മസ്കറ്റിലായിരുന്നു. ജോലിയില്ല, 2 പിള്ളേരുണ്ട്. തിരിച്ചു വരാനില്ലായിരുന്നു. ഈ ദൂത് പറഞ്ഞപ്പോ അത് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പറയാൻ പറഞ്ഞു. UK പോവാനായിട്ട് മകൻ വിസ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗ്രേസിക്ക് അറിയില്ലായിരുന്നു മകൻ ഇങ്ങനെ എടുക്കുന്നുണ്ടെന്നു. കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞു. ഒരു മിനിറ്റ്, ഓഡിയോ ക്ലിയർ അല്ല. ഒരു കാര്യം ചെയ്യാവോ, ഈ സാക്ഷി ഒന്ന് വോയിസ് റെക്കോർഡിലേക്ക് നമ്മുടെ പ്രയറിലേക്ക് ഒന്ന് അയക്കാവോ? ഇത് ക്ലിയർ അല്ല, കട്ടായി പോകുന്നതാണ്. അത് ഓഡിയോ കണക്ട് ആകുന്നില്ല. ഒന്ന് അയച്ചേക്കാം. ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞയക്കണേ. ക്ലിയർ ആവും.
അയച്ചേക്കാം, അജീസിന് അയച്ചേക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ക്ലിയർ അല്ലാത്തതുകൊണ്ടാണേ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ ബ്രദറെ. പറഞ്ഞു ഹലോ പറഞ്ഞു. ബ്രദർ, ഇപ്പൊ സാംസൺ എന്ന് പറഞ്ഞൊരു ആലോചന പറഞ്ഞായിരുന്നു. അതെന്റെ ഹസ്ബൻഡാണ്. ഞാൻ ആ ആലോചനയെ ഏറ്റെടുക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവ് ഏറ്റെടുത്ത ദിവസത്തെ കർത്താവ് വലിയ സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങൾ ഒന്ന് നിർത്തുവാണ്. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. നമുക്ക് ബാക്കി ഒരു നിമിഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്കൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. വലിയ കൃപകളാൽ വലിയ പ്രവൃത്തികളാൽ നമ്മളെ ദൈവം നിറയ്ക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് വചനത്തിൽ പറയുന്നത്. ആ വചനപ്രകാരം ഇന്ന് എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഒന്ന് ഏറ്റുപറഞ്ഞാട്ടെ. ബാക്കി എല്ലാ സാക്ഷ്യങ്ങളും തൽക്കാലം ഒന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. നിങ്ങൾ ബാക്കി സാക്ഷ്യം പറയാതിരിക്കരുത്. ഇന്ന് എൻ്റെ കൂടെ എല്ലാവരും നിങ്ങളായിരിക്കുന്ന എവിടെയാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് വിശ്വാസത്താൽ അത് കാണണം, അത് കണ്ടു